ഹലോ, നിങ്ങളുടെ ബിസിനസ്സിനായി ശരിയായ വിതരണക്കാരെയും ലോജിസ്റ്റിക്സ് പങ്കാളികളെയും കണ്ടെത്തുക എന്നത് കുറച്ച് സങ്കീർണമായൊരു കാര്യമാണ്, അല്ലേ? എന്നാൽ പേടിക്കേണ്ട. ഈ വിശകലനത്തിലൂടെ നമ്മൾ ആ പ്രക്രിയയെ വളരെ ലളിതവും വ്യക്തവുമായ ഒരു പ്ലേബുക്കാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ ബിസിനസ് വിജയത്തിനായി ഒരു അടിപൊളി ടീമിനെ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്ന് നമുക്കൊരുമിച്ച് നോക്കാം. ഈ ചോദ്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപക്ഷേ നിങ്ങളുടെ കയ്യിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഉൽപ്പന്നമുണ്ടാവാം. പക്ഷേ അതുമാത്രം മതിയോ ഒരു ബിസിനസ്സിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ? ശരിക്കും പറഞ്ഞാൽ ഉത്തരം അതിലും കുറച്ചുകൂടി ആഴത്തിലുള്ള ചില കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ടീം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഓഫീസിലെ ജീവനക്കാരെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ വിതരണക്കാരെയും ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുന്നവരെയും കുറിച്ചാണ്. അവർ വെറും കച്ചവടക്കാർ മാത്രമല്ല, നിങ്ങളുടെ വിജയത്തിലെ ഏറ്റവും നിർണായകമായ പങ്കാളികളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ശരിയായ പങ്കാളികളെ തെരഞ്ഞു തുടങ്ങുന്നതിനു മുൻപ് നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ കൃത്യമായി നിർവചിക്കണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക. ഈ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കൂ. ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ എങ്ങനെ തരംതിരിക്കാമെന്ന് വ്യക്തമായി കാണിച്ചു തരുന്നു. നിങ്ങളുടെ പ്രധാന ലക്ഷ്യം ചിലവ് കുറയ്ക്കുന്നതാണോ, അതോ കാര്യക്ഷമത കൂട്ടുന്നതാണോ? അതുമല്ല, ബിസിനസ് വളരുമ്പോൾ അതിനനുസരിച്ച് വികസിക്കാനുള്ള കഴിവ്, അതായത് സ്കെയിലബിലിറ്റിയാണോ പ്രധാനം? ഓരോന്നിനും കൃത്യമായ മുൻഗണന നൽകുന്നത് നിങ്ങളുടെ യാത്രയ്ക്ക് ഒരു വ്യക്തമായ ദിശാബോധം നൽകും. ബ്ലൂ പ്രിന്റ് റെഡിയായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഒരു തരം ഓഡിഷൻ പോലെയാണ്. നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യരായവരെ കണ്ടെത്താനും അവരെ കൃത്യമായി വിലയിരുത്താനുമുള്ള സമയമാണിത്. ഇവിടെ പ്രധാനമായും രണ്ട് തരം പങ്കാളികളെയാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, സപ്ലയേഴ്സ്, അതായത് നിങ്ങളുടെ ഉൽപ്പന്നം നിർമ്മിക്കാനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ തരുന്നവർ. രണ്ട്, ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ്. ഇവർ നിങ്ങളുടെ ഉൽപ്പന്നം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. ഇവരുടെ റോളുകൾ വ്യത്യസ്തമായതുകൊണ്ടുതന്നെ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വേറെ വേറെയാണ്. ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വെറുതെ വില മാത്രം നോക്കിയാൽ മതിയോ? ഒരിക്കലുമില്ല. ഈ ചാർട്ട് അത് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. വില, വിശ്വാസ്യത, ഗുണനിലവാരം, പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവ്, പിന്നെ സാമൂഹികവും പാരിസ്ഥിതികവുമായ ഉത്തരവാദിത്തം. ഇങ്ങനെ പല ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കണം. ഓരോന്നിനും അതിന്റേതായ പ്രാധാന്യം നൽകി ഒരു സന്തുലിതമായ തീരുമാനത്തിലെത്തണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രായോഗികമാക്കും? അതിനാണ് ഈ സ്കോർ കാർഡ്. ഓരോ പങ്കാളിക്കും ഓരോ മാനദണ്ഡത്തിലും 1 മുതൽ 5 വരെ ഒരു സ്കോർ കൊടുക്കുക. ഇത് നിങ്ങളുടെ വിലയിരുത്തൽ പ്രക്രിയയെ കൂടുതൽ വസ്തുനിഷ്ഠവും വ്യക്തവുമാക്കും. പിന്നെ വെറുമൊരു തോന്നലിന്റെ പുറത്ത് തീരുമാനമെടുക്കേണ്ടി വരില്ല, കാരണം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ ഉണ്ടാകും. ശരി, നമ്മളെ ഏറ്റവും മികച്ച പങ്കാളിയെ കണ്ടെത്തി, സ്കോർ കാർഡൊക്കെ വെച്ച് വിലയിരുത്തി. ഇനി അടുത്ത ഘട്ടം ഈ ബന്ധം ഔദ്യോഗികമാക്കുക എന്നതാണ്. തിരഞ്ഞെടുപ്പ് മുതൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതുവരെയുള്ള കാര്യങ്ങളാണിനി വരുന്നത്. ഇതൊന്നും ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഇതിനൊരു കൃത്യമായ പ്രോസസ്സുണ്ട്. 1, ശരിയായ ആളെ കണ്ടെത്തുക. 2, അവരെ വിലയിരുത്തുക. 3, കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഉറപ്പിക്കുക. ഒടുവിൽ 4-മത്തേത് ഓൺബോർഡിംഗ്, അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി അവരെ ചേർത്ത് നിർത്തുക. വിജയകരമായ ഒരു പങ്കാളിത്തത്തിന് ഈ 4 ഘട്ടങ്ങളും വളരെ അത്യാവശ്യമാണ്. ഇത്ര മികച്ച പങ്കാളിത്തമാണെങ്കിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം, അല്ലേ? അതുകൊണ്ട് അവ മുൻകൂട്ടി കണ്ട് തയ്യാറെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഉദാഹരണത്തിന്, ഒരൊറ്റ വിതരണക്കാരനെ മാത്രം ആശ്രയിക്കുന്നത് വലിയൊരു റിസ്ക്കാണ്. അതുപോലെ ഡെലിവറി വൈകുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇത്തരം സാധ്യതകൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അവയെ നേരിടാനുള്ള വഴികളും കണ്ടെത്തണം. പങ്കാളിയെ കണ്ടെത്തി കരാറും ഒപ്പിട്ടു. അപ്പോൾ പണി കഴിഞ്ഞോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ പണി തുടങ്ങുന്നതേയുള്ളൂ. ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് ഒരു ബന്ധം പോലെയാണ്. അത് നിലനിർത്താനും വളർത്താനും നിരന്തരമായ ശ്രദ്ധയും ആശയവിനിമയവും ആവശ്യമാണ്. അപ്പോ ഈ പങ്കാളിത്തം വിജയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അഥവാ KPIs ഉപയോഗിക്കുന്നത്. ഉപഭോക്തൃ സംതൃപ്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യസമയത്തുള്ള ഡെലിവറി. 98% എന്നത് ഒരു മികച്ച ലക്ഷ്യം തന്നെയാണ്. അടുത്തത് സാമ്പത്തികമായ ഒരു KPI ആണ്. ഓരോ ഉൽപ്പന്നവും ഉപഭോക്താവിലേക്ക് എത്തിക്കാനുള്ള ചെലവ് കുറയ്ക്കുന്നത് നിങ്ങളുടെ ലാഭത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ചെലവ് നിരന്തരം നിരീക്ഷിക്കുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. 3-മത്തേത് ഗുണനിലവാരത്തെ കേന്ദ്രീകരിച്ചുള്ള ഒന്നാണ്. വിതരണ ശൃംഖലയിലുടനീളം ഉയർന്ന നിലവാരം പുലർത്തേണ്ടതിന്റെ പ്രാധാന്യമിത് വ്യക്തമാക്കുന്നു. ക്വാളിറ്റി ഇല്ലാത്തതിനാൽ നിരസിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം
2% താഴെ നിർത്തുന്നത് നിങ്ങളുടെ ബ്രാൻഡിന്റെ വിശ്വാസ്യത കൂട്ടാൻ സഹായിക്കും. അപ്പോൾ ഈ ലക്ഷ്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് എങ്ങനെ ഉറപ്പാക്കും? അതിനാണ് ഒരു ഗവേണൻസ് പ്ലാൻ വേണ്ടിവരുന്നത്. കൃത്യമായ ഇടവേളകളിൽ, അതായത് ത്രൈമാസത്തിലോ പ്രതിമാസത്തിലോ ഒക്കെ അവലോകനങ്ങൾ നടത്തുന്നത് പങ്കാളിത്വം ആരോഗ്യകരമായി മുന്നോട്ടു പോകുന്നുവെന്നും നമ്മുടെ ബിസിനസ് ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നുവെന്നും ഉറപ്പാക്കാൻ സഹായിക്കും. അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു നിർണായകമായ ചോദ്യത്തിലാണ് എത്തിനിൽക്കുന്നത്. ഇത് വെറുതെ വില കുറഞ്ഞ പങ്കാളിയെ കണ്ടെത്തുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ദീർഘകാല കാഴ്ചപ്പാടുമായി ചേർന്നു പോകുന്ന, നിങ്ങളുടെ വളർച്ചയിലൊപ്പം നിൽക്കുന്ന, ഏറ്റവും വലിയ മൂല്യം സൃഷ്ടിക്കാൻ കഴിവുള്ള പങ്കാളിയെ എങ്ങനെ കണ്ടെത്താമെന്നതാണ് പ്രധാനം. നിങ്ങളുടെ ബിസിനസ് യാത്രയിൽ ഈ ചോദ്യം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക.